നമസ്കാരം. എല്ലാ മേഖലയിലും പാകിസ്ഥാനെ അടക്കം ബഹുദൂരം പിന്നിലാക്കി ഇന്ത്യയുടെ സഹായത്തോടെ ബംഗ്ലാദേശിനെ നല്ലൊരു എക്കോണമിയാക്കി വളർത്തിയ ഹസീനയെ പുറത്താക്കി രാജ്യത്തിന്റെ നട്ടെല്ലൊടിച്ചപ്പോൾ ജിഹാദികൾക്ക് സമാധാനമായി. കൊങ്ങികളുടെ തലതൊട്ടപ്പൻ ധ്രുവറാട്ടി വരെ ബംഗ്ലാദേശിന്റെ പുരോഗതി ചൂണ്ടിക്കാണിച്ച് ഇന്ത്യയെ ട്രോളാറുണ്ടായിരുന്നു. അഴിമതി, അക്രമം, സ്ത്രീ പീഡനം, കൊല, തീവ്രവാദം, മദ്രസ പഠനം, അരക്ഷിതാവസ്ഥ തുടങ്ങി GCC രാജ്യങ്ങൾ ഒഴിച്ചുള്ള മുസ്ലിം രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു തറ സംസ്കാരം ബംഗ്ലാദേശികൾ വീണ്ടെടുത്തു. അതിൽ അവർക്ക് അഭിമാനിക്കാം. ഷെയ്ഖ് ഹസീന സർക്കാരിനെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ അട്ടിമറിച്ച് ഇടക്കാല ഭരണകൂടം നിലവിൽ വന്നിട്ട് 6 മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ബംഗ്ലാദേശിന്റെ കാലുറച്ചിട്ടില്ല. നിലവിലെ സാഹചര്യം വെച്ച് നോക്കിയാൽ സമീപകാലത്തൊന്നും അത് ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. തലസ്ഥാനമായ ധാക്കയിൽ വിട്ടുവിട്ട് വിദ്യാർത്ഥി സമരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അരിയും ഡീസലും അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ കടുത്ത ക്ഷാമം കാരണം സമൂഹത്തിൽ ആകെ അസംതൃപ്തിയാണ്. മുഖ്യ ഉപദേഷ്ടാവ് പ്രൊഫസർ മുഹമ്മദ് യൂനുസിന്റെ സർക്കാർ ഇനി എത്ര കാലം എന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. US പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ ഒരൊറ്റ നീക്കത്തിൽ വാടി തുടങ്ങിയിരിക്കുകയാണ് ബംഗ്ലാദേശും അവിടുത്തെ ഇടക്കാല സർക്കാരിന്റെ ചുമതലക്കാരനായ മുഹമ്മദ് യൂനസും. ബംഗ്ലാദേശിനുള്ള US എയ്ഡ് എന്ന പേരിലുള്ള US സർക്കാരിന്റെ ധനസഹായം ബംഗ്ലാദേശിന് നൽകേണ്ടത് തീരുമാനിച്ചതോടെ 1000-ലധികം പേരുടെ ജോലിയാണ് ബംഗ്ലാദേശിൽ നഷ്ടമായത്. വൈകാതെ ട്രംപ് സർക്കാരിൽ നിന്നും വീണ്ടും ബംഗ്ലാദേശിന് അടി കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതോടെ കടുത്ത ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകി വരികയായിരുന്ന മുഹമ്മദ് യൂനസ് ഭരണത്തിന് ശക്തമായ ആഘാതമാണ് ട്രംപ് നൽകിയത്. ട്രംപിന്റെ നീക്കം ബംഗ്ലാദേശിന് വൻ ആഘാതമാണ് നൽകിയിരിക്കുന്നത് എന്നാണ് സൂചനകൾ. US ധനസഹായത്തെ ചുറ്റിപ്പറ്റി പ്രവർത്തിച്ചിരുന്ന നിരവധി ഏജൻസികളാണ് താഴിട്ട് പൂട്ടേണ്ടി വന്നത്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം രാജ്യം വിപണി അസ്ഥിരതയും ഉയർന്ന പണപ്പെരുപ്പവും നേരിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. രാജ്യത്തുടനീളമുള്ള പലചരക്ക് കടകളിൽ ബ്രാൻഡഡ് കുപ്പി എണ്ണ, ബ്രാൻഡഡ് അല്ലാത്ത സോയാബീൻ എണ്ണ എന്നിവയുൾപ്പെടെയുള്ള പാചക എണ്ണയുടെ ക്ഷാമം നേരിടുന്നുണ്ട്. ഈ ക്ഷാമം വില വർധനവിന് കാരണമായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതായി ചൂണ്ടിക്കാട്ടി പ്രാദേശിക ശുദ്ധീകരണശാലകൾ വില വർധനവ് ആവശ്യപ്പെട്ടിരുന്നു. റമദാന് മുന്നോടിയായി ഉൽപാദകരും വിപണനക്കാരും സ്വീകരിച്ച തന്ത്രപരമായ വില നിർണയ തന്ത്രങ്ങളാണ് സോയാബീൻ എണ്ണയുടെ വില വർദ്ധിപ്പിച്ചത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കുറഞ്ഞ കമ്മീഷനുകളും ചില്ലറ വിൽപ്പന മേഖലയിലെ ഡീലർമാർ കർശനമായ ക്രെഡിറ്റ് നയങ്ങളും ബംഗ്ലാദേശിലെ പ്രാദേശിക കടകളിൽ കുപ്പി എണ്ണ ലഭ്യതയിൽ ഗണ്യമായ കുറവുണ്ടാക്കി. 24 ലക്ഷം ടൺ വാർഷിക എണ്ണയുടെ ആവശ്യമുള്ള ബംഗ്ലാദേശ് ഏറിയ പങ്കും ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തേക്കാൾ 1% വർധനവോടെ രാജ്യത്ത് കുപ്പി സോയാബീൻ എണ്ണ ലിറ്ററിന് 175 മുതൽ 176 വരെ വിലയ്ക്ക് വിൽക്കുന്നു. ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ബംഗ്ലാദേശ് സമാഹരിച്ച ഡാറ്റ പ്രകാരം സോയാബീൻ എണ്ണയുടെ വില കഴിഞ്ഞ ആഴ്ചയിൽ 4% വർദ്ധിച്ച് ലിറ്ററിന് 180 ടക്കിൽ നിന്ന് 182 ടക്കായി. കഴിഞ്ഞ വർഷം അക്രമാസക്തമായ വിപ്ലവത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശ് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. രാജ്യത്ത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ അസ്ഥിരതയാണ് നിലനിൽക്കുന്നത്.